എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. ചിരിക്കണം പോണം. ചിരി തുടങ്ങിയത് ഇന്നലെയാണ്, ഇപ്പോഴും നിർത്താൻ പറ്റിയിട്ടില്ല. എന്തൊരു കോമഡിയില്ലേ. അല്ലേ, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോകണേ കുറച്ചു കാലം മുന്നേക്ക് അതെ ഈ സംഭവം കേൾക്കുമ്പോ ഭയങ്കരം. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അവാർഡ്, നാഷണൽ അവാർഡ്. ആ സാധനം ഇപ്പൊ വന്ന് ഇവിടെ ഇടക്കരൊക്കെ പെട്ടിക്കടയിൽ പോയി കിട്ടും നാഷണൽ അവാർഡ്. എന്നാ പിടിച്ചോ ആ അവസ്ഥയാണ്. പെട്ടിക്കടയിൽ നിന്ന് കിട്ടുന്ന സാധനത്തിനേക്കാളും മൂല്യം കുറവാപ്പോ. അതാണ് യജാതി സാധനം. ഇതിപ്പോ എവിടെയെങ്കിലും താഴെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ ആരും മൈൻഡ് ചെയ്യാതെ പോകും. അതാണ് ഇതല്ലേ, അതാണ് അവസ്ഥ ഇപ്പോ. എന്തായാലും ഈ ഒരു വീഡിയോക്ക് ഒരു ഇമ്പോർട്ടൻസും ഇല്ല, വേണമെങ്കിൽ കണ്ടാൽ മതി. ഞങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ. അതെ, നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. ആഹാ, എന്തെങ്കിലുമൊക്കെ വളരെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു പോകണം, പറയുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഒന്നിനൊരു പ്രാധാന്യമല്ല. ഓക്കെ, സത്യം. തുടങ്ങാം. അത്ര ഇമ്പോർട്ടൻസ് ഉള്ളൂ ഇതിന്. അത് തന്നെ കൂടുതലാ. ഞങ്ങൾ ഇന്നലെ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ചിലത് കേട്ടപ്പോഴേ ചിരി തുടങ്ങിയാണ്. എടുത്തിട്ടില്ല സത്യം. പിന്നെ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ നമുക്ക് മനസ്സിലായി ഇതിന്റെ അവസ്ഥ അല്ലെങ്കിൽ ഇതിന്റെ നിലവാരം എന്താണെന്നുള്ള കാര്യം. വളരെ അറിയിച്ചവരുടെ കയ്യിൽ ചിലപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ടാവാം. ഇന്നലെ നടന്ന 71ാമത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ അർഹതകളുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ അവർക്ക് പോലും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത അതാ പറഞ്ഞ അതിന്റെ ആ മൂല്യം ഉണ്ടല്ലോ, അതില്ലാതായിപ്പോയി. എന്തായാലും മികച്ച നടനിൽ തന്നെ തുടങ്ങാം. തീർച്ചയായിട്ടും ഷാറുഖ് ഖാനാണ് കിട്ടിയിരിക്കുന്നത്. ജവാനാണ് കിട്ടിയിരിക്കുന്നത്. എത്ര പടങ്ങള് കൊള്ളാം. അതായത് സ്വദേശിൽ കിട്ടേണ്ടത് ഇവിടെ അന്ന് ഞാൻ നന്നായിട്ട് ശ്രമിച്ചു, കിട്ടിയില്ല. ഡയറക്ടറെ ആളിപ്പോ ഇതിന്റെ ജൂറി മെമ്പറാണ്. അയാള് ജൂറി മെമ്പറല്ല, പച്ചാളം അല്ലേ? ജൂറിയാണ്. അശ്രമാറല്ലേ? എനിക്ക് കറക്റ്റ് അതാ പറയുന്നത്. പച്ചാളോ ജൂറി അല്ല അങ്ങേര്. അപ്പൊ എന്തായാലും അന്ന് അർഹിച്ചത് ഇപ്പെടുത്ത് കൊടുത്തു. ഏതോ ഒരു തീട്ട സിനിമക്ക് ജവാനെ അറ്റ്ലിയൊക്കെ സ്വപ്നത്തിലൊക്കെ കിടന്നിട്ടേ ഉറക്കത്തിന് ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഞാൻ എനിക്ക് എന്റെ സിനിമയിലെ നടന് നാഷണൽ അവാർഡോ. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര വിഷമായിരിക്കും. ഞാൻ ചെയ്തു വെച്ച സാധനം ഒരു പക്കാ കൊമേഴ്ഷ്യൽ, അതും മാസ് മസാല, ഒരു തീട്ട സിനിമ, പരമ കഷ്ടം സിനിമ. ആ സിനിമ ചെയ്തു വെച്ചത് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻസ് ഏറ്റെടുത്തു. ഓക്കെ, പക്ഷേ ഈ സാധനത്തിന് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ അപ്പോൾ പാളി. ചിലരുണ്ട്, ഞങ്ങളിവിടെ ഒരു അയ്യൂബാക്കുണ്ട്, നല്ല കുക്കാണെന്നാണ് അയാളുടെ വിചാരം. അയാൾ വല്ലപ്പോഴും നല്ല ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ബിരിയാണിയൊക്കെ വെക്കാറുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞങ്ങൾ പറയാറുള്ളത് എന്താ പറയുക, ഇന്ന് പാളിയിക്കണെന്ന്. അതായത് കയ്യിൽ നിന്ന് അയാൾ വിചാരിച്ച പോലെ അല്ല, ഇന്ന് കൊളായിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് തിന്നാൻ പറ്റുമെന്ന്. പക്ഷെ നന്നായാൽ അയാളുടെ രീതിയിൽ അയാൾ നന്നാക്കി വെക്കുന്നത് നമുക്ക് വായിൽ വെക്കാൻ കൊള്ളില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇയാൾക്ക് പാളിയിക്കണ്. അല്ലേ അറ്റ്ലി ചെയ്തു വെച്ചത് ഒരു മാസ് മസാല എന്റർടൈനറാണ്. പക്ഷെ അവാർഡ് കിട്ടി കഴിഞ്ഞപ്പോൾ സംഭവം ഇത് വേറെ രീതിയിലാട്ടോ പുറത്തുനിന്നുള്ളത് മനസ്സിലായി. ഞാൻ വേറൊരു കാര്യം ഇപ്പൊ ആലോചിക്കണേ. അപ്പം ഒരു അടുത്ത നാഷണൽ അവാർഡിനുള്ള ഓഡിങ് ആണ്. അടുത്ത നാഷണൽ അവാർഡ് അല്ല, ബെസ്റ്റ് ഡയറക്ടർ കിട്ടിയില്ലല്ലോ. ബെസ്റ്റ് ഡയറക്ടർക്ക് അതുകൊണ്ട് കൊടുക്കാറുണ്ട്. ബെസ്റ്റ് ഡയറക്ടർ അത് വേറെ ആളുണ്ടല്ലോ അല്ലേ? അതിനകത്ത് ആരും മത്സരിച്ചിട്ട് കാര്യമില്ല, അത് അയാൾ തന്നെ കൊണ്ടുപോകുള്ളൂ. ഇതൊക്കെ അന്നേ എഴുതിയിട്ട സാധനമാണ്. ഓക്കെ, എന്തായാലും ഷാറുഖ് ഖാനാണ് ജവാന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. പിന്നെ വിക്രാന്ത് മാസി അർഹതയുള്ള സാധനമായിരുന്നു, പക്ഷെ കൂടെ ഷാറുഖ് ഖാന് കൊടുത്തത് കൊണ്ട് ആ അർഹത അങ്ങ് പോയി. സംഭവം ഇങ്ങനെയാണ് രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ അർഹതയുള്ള ഒരു വിമർശനം വരാതിരിക്കാൻ ഒരാൾക്ക് കൊടുക്കും, എന്നിട്ട് അതിൻ്റെ കൂടെ ഇവർക്ക് ആഗ്രഹമുള്ള ഒരാൾക്കും കൂടെ. ഇപ്പോഴുള്ള രീതി അതാണ്. എന്തിനാണെന്ന് അങ്ങനെ ചെയ്യുന്നേ?
നിങ്ങൾ വിക്രം മാസിക്കൊന്നും കൊടുക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ആരാണോ അവർക്ക് എടുത്ത് കൊടുക്ക്. അല്ല പിന്നെ ഞങ്ങൾക്ക് ഇനി ഒരു പരാതിയില്ല, സത്യമായിട്ട് പറയാം. പിന്നെ മികച്ച നടി റാണി മുഖർജിക്കാണ് മിസിസ് ചാറ്റർജി VS നോർവേ. ഇതാണ് സിനിമ. ഈ സിനിമ ഞങ്ങൾ കണ്ടിട്ടില്ല, നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ എങ്ങനെയാണ് എന്താണെന്നുള്ളതൊന്നും. പിന്നെ മികച്ച സംവിധായകൻ ദ കേരള സ്റ്റോറി. ഇത് ഞങ്ങൾ കണ്ടതാണ്, കണ്ടതുമാണ് വിമർശിച്ച് വീഡിയോ ഇട്ടതാണ്. ഈ സിനിമ സംവിധാനം ചെയ്തതിൻ്റെ പേരിലാണ് സുദീപ് തോ സെന്നിന് ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡ് കൊടുത്തിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള തീരുമാനമാണ്. ബെസ്റ്റ്, ഇതാണ് ഏറ്റവും ബെസ്റ്റ്. ഷാറുഖ് ഖാനൊക്കെ അത് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ഇത് ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല സത്യമായിട്ടും. അതെ അതെ, ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഇതൊക്കെ. പിന്നല്ല, അത് കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമൊക്കെ അങ്ങനത്തെ അജണ്ട അതങ്ങ് നടത്തുക. പിന്നെ മികച്ച ഛായാഗ്രഹണം. എനിക്ക് തോന്നുന്നതേ ബെസ്റ്റ് ആക്ടർ അല്ലേ, അത് ഷാറൂഖ് ഖാൻ കൈയിട്ട് വാരിയെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു അല്ലു അർജുനാണ് ഇടപെട്ടിട്ടുള്ളത്. ഇപ്പൊ തോന്നുന്നുണ്ട് അല്ലു അർജുന് കിട്ടിയതൊന്നും ഒരു മോശം ഇത് വെച്ച് നോക്കുമ്പോഴേ അല്ല ശരിയല്ലേ. അതായത് ഒരു ക്യാരക്ടർ പിടിച്ച് ചെയ്തിട്ടുണ്ട്. പുഷ്പ 2 അല്ല, പുഷ്പ 1 ഒരു ക്യാരക്ടർ പിടിച്ച ആൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പിന്നെയും കിട്ടാം. ജവാൻ വെച്ച് നോക്കുമ്പോൾ എന്ന് നമ്മൾ പറയില്ലേ, അതിന് വേണ്ടിയിട്ട് അല്ലു അർജുൻ ഇടപെട്ടാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, മികച്ച ഛായാഗ്രഹണം ദ കേരള സ്റ്റോറിക്കാണ്. മികച്ച സിനിമാറ്റോഗ്രാഫി ആയിരുന്നു, പൊളിയായിരുന്നു. അല്ല, നമ്മുടെ ആടുജീവിതം 2024 സെൻസർ കഴിഞ്ഞെന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ 2023 പരിഗണിച്ചിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷേ ഈ മത്സരത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ആടുജീവിതത്തിനെയൊക്കെ തള്ളിയതേ. ബെസ്റ്റ് നടനോ സത്യം നജീബ് ആയിട്ട് ചെയ്ത പൃഥ്വിരാജിനെയൊക്കെ അവിടെ പരിഗണിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തെന്ന് ചിലപ്പോ പൃഥ്വിരാജ് പടക്കം പൊട്ടിച്ച് ആവശ്യിക്കുന്നുണ്ടാവും. ഇപ്പൊ കിട്ടാതിരിക്കുന്നതാണ് അവാർഡ്. അതാണ് നാഷണൽ അവാർഡ് കിട്ടിയിട്ടില്ലേ അത് ബെസ്റ്റാ. ഇപ്പൊ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ട്. പിന്നെ പല അജണ്ടകളിൽ നിന്നും മാറി നിന്നും വരും. അതെ, ഏറ്റവും അതായത് പിൻകാലത്ത് അതിനെ ഏത് രീതിയിൽ വാഴ്ത്തുന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ അതായത് കിട്ടാതിരുന്നു, അന്ന് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അന്ന് അയാൾ വ്യത്യസ്തനായിരുന്നു മാത്രമേ അറിയുള്ളൂ. അന്ന് അയാള് ഭയങ്കര കീടിലെ നിലപാടുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളത് വരും. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇവരുടെ അജണ്ടയുടെ കൂടെ പോകുന്ന ആളാന്നുള്ള അതിലേക്ക് വരും. അതാണ് പ്രശ്നം. ഓക്കെ, എന്തായാലും മികച്ച ഛായാഗ്രഹണം കിട്ടിയിരിക്കുന്നത് പ്രസന്താനു മെഹാപാത്ര. എന്തൊക്കെയാണാവോ. മികച്ച എഡിറ്റർ മിഥുൻ മുരളി, പൂക്കാലം. ഇതൊക്കെ കിട്ടേണ്ട, ഇതൊക്കെ അർഹതപ്പെട്ടതായിരുന്നു. ഇതിന്റെയൊക്കെയാണ് വാല്യൂ ഇല്ലാണ്ടായി പോയത്. അതെ. മികച്ച സഹനടി ഉർവശിക്കാണ്, ഉള്ളൊഴുക്ക്. ഇത് ഞാൻ അർഹിക്കുന്നതായിട്ട് അംഗീകരിക്കുന്നില്ല. കാരണം ബെസ്റ്റ് നടിയാണെങ്കിൽ ഓക്കെ, അതിലെ പെർഫോമൻസ് ഉണ്ടല്ലോ. ഇപ്പൊ റാണി മുഖർജിന്റെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും എന്തായാലും നമ്മൾ കണ്ടിട്ടില്ല, ആ രീതിയിൽ നമ്മൾ അതിനെ വിലയിരുത്തുന്നില്ല. പക്ഷെ എങ്കിലും 2ാം സ്ഥാനത്തേക്ക്, അതായത് മറ്റേ ബെസ്റ്റ് സെക്കൻഡ് ഹീറോയിനല്ല കിട്ടിയിരിക്കുന്നത്. റാണി മുഖർജിന്റെ കൂടെ എന്തുകൊണ്ട് കൊടുത്തില്ല ഉർവശിക്ക്? അപ്പുറത്ത് നടന് ഒരുമിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ എന്തുകൊണ്ട് കൊടുത്തില്ല അറിയാലോ. അപ്പൊ അതൊരു ചോദ്യമാണ്. അപ്പൊ അത് അറിയിക്കുന്നതല്ല സത്യം. ബെസ്റ്റ് നടിക്ക് അറിയിക്കുന്ന സാധനം ബെസ്റ്റ് സെക്കൻഡ് ഹീറോയിനായിട്ടുള്ളത് അംഗീകരിക്കുക അല്ലെങ്കിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല. അല്ലെങ്കിൽ ഈ അവാർഡുകളൊന്നും നമ്മൾ അംഗീകരിച്ചിട്ടില്ല. ഒരെണ്ണം മാത്രം പറയണം, ഇതൊക്കെ ഇവർക്ക് കിട്ടേണ്ടതായിരുന്നെങ്കിൽ പോലും നമ്മൾ അംഗീകരിക്കുന്നില്ല. പിന്നെ ജാനകി ബോഡിവാല, വാഷ് എന്ന് പറഞ്ഞ സിനിമയുടെ അതിൽ അഭിനയിച്ച മികവിനാണ് ആള് സെക്കൻഡ് ഹീറോയിനായിട്ട് 2 പേര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മികച്ച സഹനടൻ വിജയരാഘവൻ, പൂക്കാലം. അതും കാലങ്ങൾ, എത്ര വർഷങ്ങൾ കൊണ്ടുള്ള വർഷമായിട്ട് എന്നിട്ടൊരു ഇത് കിട്ടിയതാണ്. അത് ഈ ഒരു ലിസ്റ്റിലായിപ്പോയി. പിന്നെ മുത്തുപേട്ടെ, പാർക്കിങ്ങിന്റെ തമിഴിലെ ബെസ്റ്റ് സിനിമ കേട്ടോ. അതെ അതെ, തമിഴിലെ ബെസ്റ്റ് സിനിമയായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നത് അതാണ്. പിന്നെ ഉള്ളൊഴുക്ക് മലയാളത്തിലെ ബെസ്റ്റ് സിനിമ. ഓക്കെ, പിന്നെ മികച്ച സംഗീത സംവിധായകൻ അതാരായിരുന്നു? GVP, വാത്തി. മികച്ച പശ്ചാത്തല സംഗീതം ഹർഷവർദ്ധൻ രാമേശ്വർ, അനിമൽ. ഓക്കെ. പിന്നെ മികച്ച പശ്ചാത്തല സംഗീതം പറഞ്ഞില്ലേ. മികച്ച ഗായിക ശില്പ റാവു, ജവാൻ. ഒന്നും കൂടി കൊടുക്കണമല്ലോ.
മികച്ച ഗായകൻ രോഹിത് ബേബി. മികച്ച ഗാനരചന കസർല ശ്യാം. മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക് പറഞ്ഞല്ലോ. മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ മോഹൻദാസ് 2018. ഓ 2018 നമ്മുടെ 2018 അതൊക്കെ ഇപ്പൊ ഇതിലേക്ക് വരുന്നുള്ളൂ. ആണോ? ഇത് 2023 അവാർഡാണ് നിർണയിച്ചിട്ടുള്ളത്. പക്ഷേ 21 ഇറങ്ങിയത് 21 അപ്പോൾ 2018. അപ്പൊ അതിന് ശേഷം കൊടുത്തിട്ടുണ്ടാവും. മികച്ച തിരക്കഥ സായി രാജേഷ് നീലം. ആ സംഭവം 2018 ശരിയാണ്. കേരള സ്റ്റോറി, യഥാർത്ഥ കേരള സ്റ്റോറി എന്നുള്ള രീതിയിൽ പറയാതെ നമ്മൾ അതിനെ വിമർശിച്ചൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. 2018 യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അത് വേറെ കാര്യം. അതിലും മാരകമായ കടത്തുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ആ സമയത്ത് തന്നെയായിരുന്നു അത്. അതെ, ആ ഒരു ടൈം തന്നെയാണ് തോന്നുന്നു. അതെ അതെ അതെ. മികച്ച തിരക്കഥ സായി രാജേഷ് നീലം ബേബി തെലുങ്ക് സിനിമ. ഓക്കെ. രാംകുമാർ ബാലകൃഷ്ണൻ പാർക്കിങ് തമിഴ്. അതൊക്കെ എൻ്റെ കേരള സ്റ്റോറിൻ്റെ ബെസ്റ്റ് സ്ക്രിപ്റ്റ് അല്ലേ? അതെ, അതെന്താ അതൊന്നും മികച്ച സിനിമയായിട്ട് വേറൊന്നുമില്ല കേരള സ്റ്റോറിക്ക്. മികച്ച സിനിമയൊക്കെ തിരഞ്ഞെടുക്കേണ്ടത് അതൊക്കെ. പിന്നെ മികച്ച സ്ക്രിപ്റ്റ്, മികച്ച കാസ്റ്റിംഗ്, മികച്ച നടി, പിന്നെ തിരുവനന്തപുരം, പിന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള സിനിമ അതൊക്കെ കൊടുക്ക്. കല്യാണി കൃഷ്ണകുമാർ തിരുവനന്തപുരം. മലയാളം ഉണ്ടാക്കിയത്. മികച്ച തെലുങ്ക് ചിത്രം. ഓ ഇത്രയും വലിയൊരു അടി തെലുങ്ക് ഇൻഡസ്ട്രി കിട്ടാനില്ല കേട്ടോ. ഭഗവന്ത് കേസരി അവരുടെ ഏറ്റവും മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കുന്നത് അതാണ്. അപ്പൊ അവരുടെ നിലവാരം ആലോചിച്ചോക്കണം. മികച്ച തമിഴ് ചിത്രം പാർക്കിങ്, പ്രത്യേക ജൂറി പരാമർശം. അല്ല, ഞാനപ്പം മറ്റേതാ ചിന്തിക്കുന്നത്. ഈ വിജയിനെ കളിയാക്കിയല്ലോ കുറെ പേര്. ഭഗവന്ത് കേസരി എടുത്തോണ്ട് എന്തെങ്കിലും തെലുങ്കിലെ ബെസ്റ്റ് സിനിമയും കൊണ്ടല്ലേ ആള് വരുന്നത്. അത് ശരിയാണല്ലോ, വിമർശിക്കാൻ പറ്റില്ല കേട്ടോ. ഇനിയും വായ തുറക്കൂടാതെ. ഓക്കെ, അടുത്തത്. പിന്നെ കുറെ ഉണ്ട് മികച്ച. അതെ, ഇതന്നെ ധാരാളം. ഇനി കേൾക്കണം. മികച്ച സംഭാഷണം ഡെലിവറി ചെയ്തത് തിരുവനന്തപുരം. അതെ, എന്ത് ഉണ്ണികൃഷ്ണനായിരുന്നു? എന്തൊരു ഉണ്ണികൃഷ്ണനായിരുന്നു. ഉണ്ണികൃഷ്ണനാണോ കൃഷ്ണകുമാറാണോ അങ്ങനെ എന്തൊരു സാധനം ഫ്രം തിരുവനന്തപുരം. അയ്യോ, എന്താണെങ്കിലും അവാർഡുകളൊക്കെ ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും ഒരുപാട് ചിരിപ്പിച്ചതിന് വളരെ നന്ദി. ഒറ്റ ചോദ്യം കൂടെ ഉള്ളൂ, നിങ്ങളെ ആൾക്കാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞോ, അല്ല കൊടുത്തു കഴിഞ്ഞോ? ഇനി അടുത്ത തവണ ബാക്കിയുള്ളവരിങ്ങനെ നിങ്ങൾ പരിഗണിച്ചാൽ കൊള്ളാം, നന്നായിരിക്കും. നിങ്ങളുടെ ആൾക്കാർക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞെങ്കിൽ. അത് കഴിയില്ലല്ലോ, ഒരുപാടുണ്ടല്ലോ സ്വന്തം പോക്കറ്റിന് വേണ്ടി വരുന്നവര്. ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണല്ലോ. കൊടുക്കി. അതെ, അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.